തടി കൂടുതലാ വണ്ണം കൂടുതലാന്ന്. ഞാനാണെങ്കിൽ ഇതെങ്ങനെയല്ലോ ഇച്ചിരി കൂട്ടണം എനിക്ക്. കുടവയറൊക്കെ കിടന്ന് ഇങ്ങനെ കുലുങ്ങണം, പുലി കളിക്കുമ്പോൾ ഇങ്ങനെ കുടവയർ കിടന്ന് കുലുങ്ങണം. അപ്പൊ അത് വേറെ ലെവലാണ്. സീരിയലിന്റെ നെയിം ആനന്ദരാഗം. ഇന്ന് പണിയില്ലാത്ത ടീംസ് എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് വേറെ പണിയില്ലയോ എന്ന് ചോദിച്ചു. ഒരു ഉമ്മ തരാമോ? ഞാൻ ഏപ്രിലാണ് പഠിക്കുന്നത്. ഒരു ഉമ്മ തരാമോ? ഞാൻ ഏപ്രിലാണ് പഠിക്കുന്നതെന്നോ? ഏപ്രിൽ പഠിക്കുന്നെന്നോ? എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഞാൻ മെയിലാ പഠിക്കുന്നത്. ഓഹോ, എന്നോടാണ് കളി. ബനിയൻ സൂപ്പർ. ഇത് ബനിയൻ അല്ലടേ, ഇതൊരു ഷോർട്ട് ഡ്രസ്സാണ്, കുട്ടി ഉടുപ്പാണ്. ഇത് ഞാൻ ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ആരാടാ അവിടെ കടക്കടാ പുറത്ത്? ഞാൻ ഇന്ന് കുറച്ച് പോർക്ക് കറി വെച്ചിട്ടുണ്ട്, വേണോ? ഞാൻ ഇടപ്പള്ളിയിലുണ്ട്. ഓക്കെ, പോർക്ക് കറിയും പോർക്ക് കറിയും പൊതിഞ്ഞെടുത്ത് ഇങ്ങ് പോരെ. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. സീരിയലിന്റെ നെയിം ആനന്ദരാഗം. ചേച്ചിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ നല്ല ക്യൂട്ടാണ്. ഓഹോ, പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ കേടുപാടുകളും അല്ലടയാളങ്ങളും നിങ്ങൾ പറയുന്ന ഭംഗിയില്ലായ്മയുമാണ് നിങ്ങൾ ആണുങ്ങളെ ജന്മം നൽകിയതിന്റെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം കേട്ടോ. ഇനി ചോദിക്കരുത്. അതാണ് മുത്തേ പവർ. ആശക്കുട്ടി ഫുഡ് കഴിച്ചല്ലോ. ചേച്ചി സൂപ്പറാണ് കേട്ടോ. ചേച്ചി, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഒരു ഉമ്മ തരാമോ പ്ലീസ്? ഞാൻ ചേച്ചിയുടെ വലിയ ആരാധകനാണ്. ചേച്ചീനെ ഞാൻ പണ്ട് തൊട്ടേ കാണുന്നുണ്ട്, സീരിയലിലും സിനിമയിലും ഒക്കെ. ചേച്ചി സൂപ്പറാണ്. ചേച്ചിയുടെ തടിയും സൂപ്പർ. അശ്മി PK ആരാധകനാണെന്ന് വന്ന് പറഞ്ഞിട്ട് വിട്ടേക്കുന്ന പേര് അസ്മി. എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് തോന്നുന്നു പൊന്നു കുഞ്ഞിൻ്റെ അപ്പനാന്ന് തോന്നുന്നു. പൊന്നു കുഞ്ഞ് എന്തായാലും ഇന്നത്തെ ദിവസം സ്കൂളിൽ പോയി കാണാൻ സാധ്യതയുണ്ട്. കൊച്ചിൻ്റെ പേര് എടുത്തിട്ട് തന്തപ്പടി ഇറങ്ങിയേക്ക ഉമ്മയും ചോദിച്ചോണ്ട്. എന്താ എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും ആരില്ലേടേ. എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട്, എന്ത് ചെയ്യാൻ, രാവണനായി പോലെ. ഇങ്ങനെ ഉള്ളവനിട്ടൊക്കെ 2 എണ്ണം കൊടുക്കണ്ടേ? അല്ല പിന്നെ പടി പറയുന്നവർക്ക് അതിലൊരു കടി. അതെ, തടി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ഓരോ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സാധാരണ പെണ്ണുങ്ങൾ, തടി ഇല്ലാത്ത ആൾക്കാരുടെ ഡെലിവറി ഒക്കെ ഒന്നോ രണ്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തടി വെക്കും. ചില ആൾക്കാർ അത് മെനക്കെട്ട് കഷ്ടപ്പാട് വിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വണ്ണം കുറയ്ക്കും. അല്ലാതെ ഇപ്പം അതിൽ ഇന്നിപ്പോൾ ജിമ്മിന് പോകാൻ പറ്റാത്തവരുണ്ട്, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, വണ്ണം കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അല്ലാതെ എന്താ പറയുക, PCOD ഉള്ളവരുണ്ട്, അവർക്ക് തടി വയ്ക്കും. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ച് തിന്നുണ്ടാക്കിയെടുത്ത തടിയായത്. 2 വർഷം, 1.5 വർഷത്തോളം ഞാൻ ടുഡി ഷൂട്ട് ചെയ്തു, ചങ്കത്തികൾ എന്നും പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട് അത്. അതിനകത്ത് നല്ല ഷാപ്പിലെ ഫുഡ് കടിയായിരുന്നു. അപ്പം അത് നല്ലപോലെ ഒരു ദിവസം 2 ഷൂട്ടൊക്കെ ചെയ്യും. അപ്പം നല്ലപോലെ ഷാപ്പിലെ ഫുഡ്, കപ്പയും ചേമ്പും ഒക്കെ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് ആയ തടിയാണ് അത്. ഞാനൊന്ന് വിചാരിച്ച് വെറും 3 മാസം കൊണ്ട് എനിക്ക് വണ്ണമൊക്കെ വർക്കൗട്ട് ചെയ്ത് കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ സമയം കിട്ടുന്നില്ല പോവാനായിട്ട്. പുഴയിലെടുത്ത ആ വീഡിയോ കണ്ടപ്പോൾ പേടിയായി. വെള്ളത്തിന് നല്ല ഒഴുക്കൊണ്ട്, സൂക്ഷിച്ച് കളിക്കാനൊക്കെ, സ്ലിപ്പാവരുത് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ. അത് നമ്മൾ പണ്ട് തുടങ്ങി നമുക്കറിയാവുന്ന സ്ഥലമാണ്. നമുക്ക് ആ പുഴയിൽ എല്ലാം മുക്കും മൂലയൊക്കെ അറിയാം. എവിടെയൊക്കെ എത്ര ആഴമുണ്ട്, ഇവിടെയൊക്കെ എത്ര വെള്ളം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അത് അധികം ആഴ്ചയില്ല, അങ്ങനെ ഒഴുകുന്നു നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. അത്ര താഴ്ചയില്ലാത്ത, അധികം നിരന്ന് ഒഴുകുന്ന വെള്ളം, അധികം താഴ്ചയൊന്നുമില്ല. പിന്നെ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കാലന്റെ അമ്മാവന്റെ മകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലൈവില്. ഞാൻ ജനുവരിയിലാണ് പഠിക്കുന്നത്. ഒരാൾ വന്നിട്ട് ഏപ്രിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ മെയിലാണ്. അപ്പം ഇവരെ ബിന്ദു ചേച്ചി വന്നിട്ട് ഞാൻ ജനുവരിയിലാണ് പഠിക്കുന്നതെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. അയ്യോ, ഓണം കോസ്റ്റ്യൂം സെറ്റാക്കണം. കുടവയറിൽ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖം. എൻ്റെ ലവറിന് കുടവയറുണ്ടായിരുന്നു. ഓഹോ, അത് കൊള്ളാം. ജെറീന ഹായ്, ഹലോ. ചേച്ചിയുടെ ആവശ്യത്തിനുള്ള വണ്ണമേ ഉള്ളൂ, കളിയാക്കുന്നവരോട് പോകാൻ പറ. കുട്ടിക്കുറുമ്പി ബ്ലോഗ്. അതെ, സാഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിജോ ചേട്ടൻ എന്തി? ആർഷിക്കുട്ടി, ബിജോ ചേട്ടൻ ഉണ്ട് ഇവിടെ. എനിക്ക് ഹായ് തന്നിട്ടില്ല. ഹായ് ഓമന ചേച്ചി, ഹലോ. ഇന്ന് ഡ്രസ്സ് സൂപ്പർ ആണല്ലോ, താങ്ക് യു. ഇന്ന് ഗ്ലാമർ കുറവാണല്ലോ, അതെന്താ? പനി ആയതുകൊണ്ടായിരിക്കും. ചെറിയൊരു പനി പിടിച്ച്, തൊണ്ടവേദനയല്ല, തൊണ്ട ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു. ഫുഡ് കഴിച്ചു. ആരും ഇല്ലേടേ ഇവിടെ ആരും. ചേച്ചി, ഇവരെല്ലാം എന്തിനാ ബാക്കിയുള്ളവരുടെ തടിയെ നോക്കുന്നത്? അവരവരുടെ കാര്യങ്ങളും തടിയും നോക്കിയാൽ പോരെ. അതെ, അത് അവരോട് നമുക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് അവരോട് നമുക്ക് പറഞ്ഞിട്ട്